രേണു ഈ യൂണിഫോം ഇട്ടപ്പോ സ്കൂൾ കുട്ടീന്റെ ലുക്ക് ഉണ്ടല്ലോ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രേണുവിൻ്റെ കണ്ടന്റുകൾ തന്നെയാണ് കേട്ടോ. യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും എല്ലാം ഇങ്ങനെ വാരി വിതറി കിടക്കേണ്ട പുള്ളിക്കാരുടെ പെയ്ഡ് സബ് ചെയ്യുന്നതിനകത്തു നിന്നുള്ള വീഡിയോസൊക്കെ ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. അത് ലീക്കായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേറൊരു വീഡിയോ കാണാം കേട്ടോ. അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. രേണു ഈ യൂണിഫോം ഇട്ടപ്പോ സ്കൂൾ കുട്ടീന്റെ ലുക്ക് ഉണ്ടല്ലോ. അതല്ലേ നല്ലത്, അമ്മച്ചിയായിട്ടിരിക്കുന്നില്ലല്ലോ, സ്കൂൾ കുട്ടിയായിട്ടിരിക്കുന്നത്. അത് ഏറ്റവും എനിക്ക് ഏറ്റവും കേൾക്കുന്ന, ഞാൻ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ കുഞ്ഞ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഇതന്നെ അമ്മച്ചിയാണോ എന്ന് ചോദിക്കുന്നില്ലല്ലോ എന്നോട്. ഇപ്പോൾ സ്കൂൾ കുട്ടി പോലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ഭയങ്കര സന്തോഷം നേരിട്ട് കാണുമ്പോൾ കുഞ്ഞു കൊച്ചിനെ പോലെ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നതെന്നറിയോ, രേണുവിനെ ഇവന്മാര് കളിയാക്കുവാണോ എന്നാണ് എൻ്റെ സംശയം. രൂപം വലിയ വണ്ണമില്ലെന്നും പറഞ്ഞുകൊണ്ട് ബോഡി വലിയ വണ്ണമില്ലെന്ന് മുഖത്ത് പ്രായം തോന്നത്തില്ലേ? മുഖത്ത് പ്രായം തോന്നാതിരിക്കത്തില്ലല്ലോ. നമുക്ക് രേണുവിൻ്റെ സ്കൂൾ കുട്ടിയായിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടേച്ച് നമുക്ക് യൂണിഫോമാണ് ഇട്ടേക്കുന്നത്. പക്ഷേ മുഖം യൂണിഫോം തന്നിട്ട് വല്ല ചേർച്ചയുണ്ടോ? ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ വന്നിച്ച് പറയായിരിക്കും അവർ വണ്ണം ഇല്ലാതിരിക്കുന്നുണ്ട് കുശുമുണ്ടാവും. ഒരിക്കലുമല്ല. ഇവർക്ക് വായി പല്ലില്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് നേരെ ചൊവ്വേ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവരുടെ പ്രധാന പ്രശ്നം തന്നെ. ഇവരുടെ വായി പല്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരെ ചൊവ്വേ ആഹാരം കഴിച്ചാൽ ഇവരുടെ ശരീരം നല്ലതായിട്ട് തന്നെ 1 കിലോ ഒന്ന് പച്ച പിടിക്കും. ഇല്ലെന്നല്ല, ഇവർ ഒരു സാധനം കിട്ടി നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. പല വീഡിയോയിലാണ് കണ്ട് മുന്നിലത്തെ ആ പല്ലിലിട്ട് ഇവരിങ്ങനെ ചവച്ച് വെച്ച് ഇവർ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ബീഫൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ എവിടെ വെച്ച് ചവയ്ക്കും, ബീഫൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലെന്നിട്ടല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമാണ്, പക്ഷേ വായി വെച്ച് ചവയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് ഫുഡ് വല്ലതും ഉള്ളിലോട്ട് ചെന്നാലല്ലേ മനുഷ്യൻ ശരീരം ഒന്ന് പച്ച പിടിക്കുകയുള്ളൂ. അതാണ് ഇതിനകത്ത് പ്രധാന പ്രശ്നങ്ങൾ. ചിലരൊക്കെ ഒന്നിച്ച് പറയായിരിക്കും, നിങ്ങൾ വണ്ണം വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വണ്ണമില്ലാത്ത. നമുക്ക് അങ്ങനെയൊന്നുമില്ല. വണ്ണം ഉള്ളതും വണ്ണം ഇല്ലാത്തവരെയൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു കൂശ്യമായിട്ട് തോന്നേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെയും ശരീരപ്രകൃതമാണ് അങ്ങനെ. രേണുവിൻ്റെ വീട്ടിൽ തന്നെ അവർ ചേട്ടത്തി അനിയത്തി രണ്ട് ഇതിലല്ലേ ഇരിക്കുന്നത്. ചേട്ടത്തിക്ക് നല്ല വണ്ണമൊക്കെ ഉണ്ട്. രേണു ഫുഡ് നല്ലപോലെ കഴിക്കാമെങ്കിൽ ഇതിനൊക്കെ വെച്ചിട്ടൊന്ന് പച്ച പിടിക്കും. പിന്നെ പൊക്കം കുറവായതുകൊണ്ടൊക്കെയാണ് ഒരു ഉടുപ്പിട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം, വലിയ ഹൈറ്റ് ഇല്ലാത്ത ഒരാൾ ഒരു ഉടുപ്പിട്ടാൽ അവധിച്ചൊരു വലിയ ഈ ചുരിദാറോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ ഒരു ഒറ്റയുടുപ്പ് മാതിരിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവർക്ക് പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടിയുടെ ഒരു രൂപം വരും ആ ഒരു ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ ഇവന്മാർ രേണുവിനായിട്ട് ആക്കിയാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതിനൊക്കെ മുന്നേ നമുക്ക് ശാരികയുടെ ഒരു ഡയലോഗ് ആക്കാം. അത് കേട്ടതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കാണാം. മുമ്പ് രേണുവിനെ അറിയാം. രേണുവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വുമണാണ്. അവർ എന്താ പറയുന്നത്, അവരാരുടെയും പുറകെ കടം ചോദിച്ചോ അല്ലെങ്കിൽ അവർ ആരുടെ പുറകെ ജോലി ചോദിച്ചോ ചെല്ലുന്നില്ല. അവർ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വുമണാണ്. വുമണിൻ്റെ ഹാർഡ് വർക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊക്കെ കണ്ട് കാണുമായിരിക്കും. എങ്കിലും ആ ഹാർഡ് വർക്ക് എന്നാ നമുക്കൊന്നും അറിയണ്ടേ. നമ്മൾ രേണുവിനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നവൻ എല്ലാവരും പറയാറുണ്ട് കേട്ടോ. രേണു കാണിക്കുന്ന ഒരു പ്രശ്നത്തെപ്പറ്റി ആർക്കും പറയാനായിട്ടില്ല. എല്ലാവരും ചോദിക്കാറുണ്ട്, അവരെ എന്നതിനാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളാരും കാണുന്നില്ലേ? നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊന്നും ഈ ഫോണും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലേ? ഇൻസ്റ്റ ഒന്നും ഉപയോഗിക്കുന്നില്ലേ? ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, പുറത്തോട്ട് വരാത്ത കാര്യങ്ങൾ. കാര്യം ഇതുപോലുള്ള കോക്കാമ്പിച്ചിയൊക്കെ കാണിക്കുന്ന കണ്ട് ആ കുഞ്ഞുങ്ങളും അതുപോലെ കാണിച്ചിട്ട് പലയിടത്തും പല വീടുകളിലും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊന്നും ആരും പുറത്തോട്ട് കൊണ്ടുവരുന്നില്ല. ഇങ്ങനെയുള്ള ഈ ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളു ഫോണിനകത്തുനിന്നാണ്. അതിപ്പോൾ ഈ രേണുവിനെ മാത്രമായിട്ട് ഞാൻ കുറ്റം പറയുന്നില്ല. ഇതുപോലെ കുറേ എണ്ണങ്ങളുണ്ട്. അവരുടെ എല്ലാ വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യാറുമുണ്ട്. അവരെല്ലാം വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നമ്മൾ ഇൻസ്റ്റ തുറക്കുമ്പോഴേ ഇങ്ങനെ വലിച്ചു വരിട്ടമാർ ഇങ്ങനെ വരുന്ന കാണുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട്. എന്നാണെങ്കിലും എനിക്ക് ഈ ഒരു വീഡിയോ കിട്ടിയത് മനുവിൻ്റെ അടിയിൽ നിന്നാണ് കേട്ടോ. മനുവിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് കിട്ടിയത്. അപ്പം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാം. കുറച്ച് ഉത്സവ പരിപാടിയൊക്കെയാണ് രേണു കിടന്ന് കാണിക്കുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിൻ്റെ മോൾ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു, രേണു എന്നാ കാണിക്കുന്നു, രേണു എന്നാ കാണിക്കുന്നു. രേണു ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ അതിക്ക് മേലെയാണ് ഈ വീഡിയോയ്ക്ക് അത്ര വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. അതും അതങ്ങനെയാണ്, സബിനകത്തുനിന്ന് ലീക്കായ ഒരു വീഡിയോ ആണ്, അല്ലാതെ അവരുടെ അടുത്ത് പബ്ലിക്കിൽ ഇട്ട വീഡിയോ ഒന്നും അല്ലായിരുന്നു. ഇത് പറയുന്നത് തന്നെ അതിക്ക് മേലെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ രേണു കാണിച്ച് കൂട്ടുമ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്നും മിണ്ടാൻ വരത്തില്ല. അവരൊക്കെ എവിടെയെങ്കിലും ഇരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇവരെല്ലാം തലപൊക്കി വരുന്നത്. എന്നതിലൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ മാന്യമായിട്ട് വീഡിയോ ചെയ്താൽ ഒരിക്കലും ഇവരെ അടുത്ത് ആരും റിയാക്ട് ചെയ്യല, ഒരിക്കലും ചെയ്യല. കാര്യം ഇവർ മാത്രമല്ലല്ലോ, ഇഷ്ടം പോലെ ആൾക്കാർ ഈ കലാഫീൽഡിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. അവരൊക്കെ അഭിനയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഒന്നും വേണ്ട, നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ആ ബിഗ് ബോസിലെ ആ ഒരു ഇത് മാത്രം നോക്കിയാൽ മതി. അതിനകത്ത് അത്രയും ആർട്ടിസ്റ്റുകൾ വന്നു. ആരെങ്കിലും കണ്ടോ? അവരുടെ അടുത്തൊന്ന് ചോദിക്കുന്നതിന് ബാക്കി മറുപടി പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. ഇതുപോലെ അവിടെ നിന്ന് അങ്ങ് ഡയലോഗ് അടിച്ച് നിൽക്കുന്നില്ല.
ആൾക്കാരിലേക്ക് നെറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. ഒന്നും വേണ്ട. ഇവരുടെ കൂടെ നടക്കുന്ന ശാരിയോട് തന്നെ ചോദിച്ചില്ല രേണുവിൻ്റെ കയ്യെ പിടിച്ചാണോ എപ്പോഴും നടക്കുന്നത് ചോദിച്ചപ്പം അവർ നല്ലൊരു മറുപടി കൊടുത്തേച്ച് പോയി. പിന്നെ ആരും അവരുടെ പുറകെ ചോദിക്കാൻ പോയില്ലല്ലോ. അവർ ചോദിച്ചു പിന്നെ കയ്യിലല്ല പിന്നെ കാലെ പിടിച്ച് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓൺലൈൻ മീഡിയക്കാർ പല ചോദ്യങ്ങളും ചോദിക്കും, പല സൈസിൽ ചോദിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അനുമോളുടെ വീഡിയോ നിർത്തി വെച്ച് കാണുക. അനുമോളോട് ചോദിക്കുന്നതിന് അനുമോൾ നല്ല കൃത്യമായിട്ടാണ് മറുപടി കൊടുക്കുന്നത്. അനുമോൾക്ക് അറിയാൻ മേലാത്തൊരു കാര്യമാണെങ്കിൽ അനു പറയും എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവരെ പോലെ ഇവരൊന്നും കാണുന്നുമില്ല, ഇവരൊന്നും കേൾക്കുന്നുമില്ല എന്ന് പറഞ്ഞാലും ഇവർ ഈ സോഷ്യൽ മീഡിയ ഒന്നും പറയാത്ത കാര്യങ്ങളില്ല. ആ ഒരു ചുണ്ട് പൊട്ടിയിരിക്കുന്നതിനാണോ സത്യം പറഞ്ഞ ചുണ്ടാണോ നിങ്ങൾ ആരെങ്കിലും കണ്ടത്? ചുണ്ടല്ലല്ലോ കണ്ടത്. ചുണ്ട് പൊട്ടിയിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവർ കാണിക്കുന്നത് എന്നതാണോ? അവർ ചുണ്ട് പൊട്ടിയിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇനി വേറെ കുറേ ഡയലോഗ് അവർ പറയുന്നുണ്ട്. ഇവർ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ചെയ്തെടുത്തിട്ടില്ല. ബട്ടൺ ഒന്ന് ഊരാമോ, കുറച്ചും കൂടെ കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ശകലം കാണിച്ചതുകൊണ്ടല്ലേ ബാക്കി കൂടെ കാണിക്കാമോ എന്ന് ചോദിച്ച ആൾക്കാർ വരുന്നത്. ഇവരുടെ സബ് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ പോയെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്. കാലാവസ്ഥയുടെയാണോ നോക്കുന്നത്? ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്. ഫുഡ് കഴിച്ചില്ല. ഞാനിപ്പോൾ അധികം ഫുഡൊന്നും കഴിക്കും. ഇപ്പോഴെന്നല്ല, ഞാനധികം ഫുഡേ കഴിക്കാത്ത ഒരാളാണ്. സത്യം ഞാൻ കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ. ഒരു ചുണ്ട് പൊട്ടിയ കാര്യം പറയാനാണ് പുള്ളിക്കാരി അത്രയും ആ ഒരു റിയാക്ഷനും കാര്യങ്ങളും ഇട്ട് അത്രയും ഒന്ന് കുഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എതിർക്കുമ്പോഴാണ് മറ്റുള്ളവർ പറയും, മറ്റുള്ളവർ ഇവരെ അങ്ങ് നിങ്ങൾ എന്നതാ മറ്റേതാ മറിച്ച് നമ്മളെ ഓരോന്നും കിടന്ന് പറയുന്നത്. ഇവർ മാന്യമായിട്ട് ഇവരിപ്പോൾ ഒരു മര്യാദയ്ക്ക് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിരുന്നാണ് ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആരും ഇതൊന്നും പറയാനും പറ്റില്ല. ഇവർ ഈ കുറേ നാളുകളായിക്കൊണ്ട് ഇവർ നല്ല നല്ല വീഡിയോസ് ആയിരുന്നിട്ടുണ്ട്. ആരും ഇവരെ ഒന്നും പറയാൻ നിൽക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇവർ വീണ്ടും ഈ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, രേണു വീണ്ടും ക്യാമറയുടെ മുന്നിൽ വന്ന് കിടന്ന് അഴിഞ്ഞാടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും വന്നിച്ച് കിടന്ന് കാണിക്കുന്നത്. ഇവരിങ്ങനെ വീണ്ടും ഇങ്ങനെ ഇവർക്ക് ഈ നെഗറ്റീവാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരെല്ലാം ഉണ്ടല്ലോ വിചാരിക്കുന്നത് ഇവരെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തോ ആന കാര്യം കിട്ടിയെന്നുള്ള രീതിക്കാണ് അവരെല്ലാം ഇരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടല്ല ഇവർക്ക് ആവശ്യം. ഇവർക്ക് റിയാക്ഷൻ വീഡിയോ കാരണം നെഗറ്റീവാണ് ഇവർക്ക് ആവശ്യം. അല്ലെങ്കിൽ ഇവരെ ഇത്രയും എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് ഇതിനേക്കാൾ മോശമായിട്ട് ഇവർ പല കാര്യങ്ങളും പുറത്ത് വിട്ടു എന്നൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്ത ഒരുപാട് ചാനലുകളുണ്ട്. ഇവർ ആരുടെയും വരെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഇവർ എടുത്തിട്ടുണ്ടോ? ഇവരെടുത്തിട്ടില്ല. ഇവർ വരുന്ന അവർ ചെയ്തോട്ടെ, റിയാക്ഷൻ വീഡിയോക്കാർ ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഈ മറ്റുള്ളവർക്ക് എന്നെ നടത്ര വലിയ സങ്കടമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റുള്ളവർക്ക് എന്നെ നടത്ര സങ്കടം. കാര്യം നിങ്ങളുടെ ആരുടെയും വീട്ടിലുള്ളവരെ പറ്റി അല്ല ഈ സംസാരിക്കുന്നത്. ചിലരൊക്കെ കമൻറ്റ് ഇടയിൽ കണ്ടാൽ തോന്നും അവരുടെ കുടുംബത്തിൽ കയറി കിടന്ന് ആരാണ് പറയാൻ ചെന്നുള്ളത്. ഈ പറയുന്ന ഇപ്പം ഞാനാണേലും ഇങ്ങനെയുള്ള രീതിക്കുള്ള ഡ്രസ്സ് ഇട്ട് വന്ന് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ റിയാക്ട് ചെയ്യും. അന്നേരം ഞാൻ കിടന്ന് അയ്യോ പൊത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ ഞാൻ എന്നെ അങ്ങനെ പറഞ്ഞ അല്ലെങ്കിൽ എന്നെപ്പറ്റി വേറെ സൈഡ് പിടിച്ചിട്ടും കാര്യമില്ല. ഞാൻ അങ്ങനത്തെ വേഷങ്ങൾ ഇടുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ എന്നെ പറയുന്നത്. ഈ ഡ്രസ്സ് അടിപൊളിയാണ്. ദുബായ് മേടിച്ചതാണ്. ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. ഓക്കെ, വേറെന്താണ്? ഇതൊന്നും പുള്ളിക്കാരി അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ഉടുപ്പ് വലിച്ച് ഇച്ചിരി പുറകോട്ടിട്ടാൽ ആ ഉടുപ്പ് മര്യാദയ്ക്ക് അവിടെ കിടക്കും. ആ ഉടുപ്പ് മുന്നോട്ട് വലിച്ചിട്ട് എന്നിട്ടും അത് കാണുന്നില്ലെങ്കിൽ എന്നാൽ ഞാൻ കുഞ്ഞും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴാണ് എല്ലാവരും കാണുകയെടുക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇവരിപ്പോൾ പറയുന്നുണ്ട്, പലരും ചോദിക്കും ഇവർ അതിനകത്ത് സബിനകത്തല്ലേ ഇട്ടുന്നത്. ഈ സബിനകത്തിട്ട് കാണിക്കുന്ന മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മറ്റേ നമ്മുടെ താരക്കല്യാണിൻ്റെയൊക്കെ അവരതിനകത്തൊരു ഡാൻസാണ് പഠിപ്പിക്കുന്നത്. അത് പെയ്ഡായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇൻസ്റ്റ ഇങ്ങനെ ഒരു സംഭവം ഇറക്കിയേക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിനകത്തൊരു മൊത്തം ഉണ്ടല്ലോ, ഈ മാതിരിയുള്ള വൃത്തികേടുകളാണ് അതിനകത്തൊരു കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം. പക്ഷേ ഒരിക്കലും ഇവർ ഇത്രയും അധപതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ എല്ലാവരും കളിയാക്കുകയും എല്ലാം നെഗറ്റീവ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇവർക്ക് ഇവരുടേതായ ഒരു വ്യക്തിത്വം കാണുമെന്നല്ല ഞാൻ വിചാരിച്ചത്. കാര്യം ഇവർ ഇത്രയും മോശമായിട്ടൊന്നും പോകാതെ ഇവർ മാന്യമായിട്ട് തന്നെ ഇവർ മുന്നോട്ട് പോകും എന്താണെന്ന് വെച്ചാൽ ഇവരെ ഒരു പക്ഷേ ആദ്യം കളിയാക്കിയവരൊക്കെ മുന്നിൽ ഇവർ മര്യാദയ്ക്ക് തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ പറഞ്ഞവർക്കൊക്കെ ഒരു തിരിച്ചടിയായിട്ടുള്ളൊരു കാര്യങ്ങളെ വരുള്ളായിരുന്നു. എന്നാണെങ്കിലും നേരെ ഇരുന്ന് കഴുത്തൊക്കെ വീണ്ടും കാണിക്കുന്നത്, ഇനി ഇരുന്ന് കാണിക്കുന്ന ബാക്കി കാര്യങ്ങളോട് നമുക്കൊന്ന് കാണാം. നമ്മുടെ ബോഡി ഷേപ്പാണ്. ലൈവ് നൈറ്റ് വരാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് ഞാൻ നേരത്തെ ഓർമ്മ നോക്കാം.
ശരിയാണ്, നൈറ്റ് വരണം കുട്ടന്മാരൊക്കെ കാത്തിരിക്കല്ലേ. കുട്ടന്മാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മളെ പോലുള്ളവർക്കൊക്കെ വീഡിയോസ് ഒന്നും ഇത് കുട്ടന്മാർക്കുള്ള വീഡിയോ ആണ്, കുട്ടന്മാർക്ക് കൊടുത്തേക്കുന്ന വീഡിയോ ആണ്. ഒന്നാമത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കൂടുതൽ നമ്മൾ റിയാക്ട് ചെയ്തതെന്ന് വെച്ചാൽ പല വീടുകളും ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഫോൺ ഉപയോഗിക്കും. ഇപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് പറയും നിങ്ങൾ പുതിയ തലമുറ നന്നാക്കാൻ വരുവാണോ, ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. ഈ പറഞ്ഞു വരുന്നവരോട് ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമോ? നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ തലമുറയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കൊണ്ടോ നിങ്ങളുടെ മക്കളെ കൊണ്ടോ ഭാര്യയെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലും പെങ്ങളെ കൊണ്ട് അങ്ങനെ നിങ്ങൾ ഈ മാതിരി പരിപാടിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ എനിക്കെതിരായിട്ട് എന്നെ വേണമെങ്കിലും പറഞ്ഞു, എനിക്കൊരു വിഷയമില്ല. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ. പക്ഷേങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചില കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ പബ്ലിക്ക് വന്ന് അങ്ങനെ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കാര്യം ഓരോ വീടുകളിലെ സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ വീട്ടുകാരൊക്കെ അറിഞ്ഞ് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് ഇതായിപ്പോയി. ഇത് പറയുമ്പോൾ നിങ്ങൾക്കാർക്കും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. കാര്യം വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ആ ഒരു ലെങ്ത് എന്നാന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അത് എത്രമാത്രം നമ്മുടെ ഫാമിലിയെ ബാധിക്കും എന്നുള്ള പിന്നെ സമൂഹത്തിൽ പിന്നെ എല്ലാവരും പറഞ്ഞു സമൂഹം ഭയങ്കരമായിട്ട് ഇത് പുതിയ തലമുറയാണ്, പുതിയ കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറയുന്നത്. ഒരു കാര്യം ചോദിച്ചിട്ട് ഈ കാണിച്ച തോന്നിയാസങ്ങളെല്ലാം കാണിച്ചു നിങ്ങൾ ഈ മനുഷ്യന്മാരുടെ മുന്നോട്ടൊക്കെ ഏത് പുതിയ തലമുറയാണെന്ന് പറഞ്ഞാൽ ഉടനെ പറയുന്നതിന് ദേണ്ട ആ പോകുന്ന ആൾ ഇന്ന കാര്യം കാണിച്ച ആളാണ് എന്നല്ലേ പറയുള്ളൂ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ രേണുവിൻ എന്ന് പറയുന്നൊരു കലാകാരിയെ വളർത്തിക്കൊണ്ട് വരുന്നതിന് ആരും ഒന്നും പറയുന്നില്ല. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ഈ റിയാക്ഷൻ വീഡിയോക്കാർ ഇത്രയും റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ ഇതിലൊക്കെ ഇങ്ങനെ ഒതുക്കി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനപ്പുറമാകും. ഇത് കേൾക്കും ചിലപ്പോൾ ചിലർ പറയുമായിരിക്കുന്നത് നീ അവളെ അങ്ങ് നന്നാക്കാൻ പറയുമായിരിക്കും. നമ്മൾ നന്നാക്കുന്നത് ഇവളെ നന്നാക്കാൻ വേണ്ടിയല്ല നമ്മൾ കിടന്ന് ഈ പറയുന്നത്. ഇത് മറ്റുള്ളവരും കൂടെ മനസ്സിലാക്കി ഇത് അവനവൻ്റെ കുഞ്ഞുങ്ങളെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. കാര്യം കഴിഞ്ഞ ദിവസം ദേവ് പറഞ്ഞാലേ ഇവരെ ഒന്നും നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേങ്കിൽ നമ്മുടെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിക്ക് ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റും. ഇതുവരെ നോക്കാത്ത വെറുതെ വീട്ടിലിരിക്കുമല്ല ഞാൻ, തിരക്കായിരുന്നു. വെറുതെ എനിക്കാരും കൊണ്ടൊന്നും തിരക്കില്ല, എനിക്കാരുമില്ല അങ്ങനെ തരാൻ കാണുന്നവരും. ഒരുപാട് പേര് ഇപ്പം ഞാൻ തുണി പറിച്ച് ഊരി കാണിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ ലൈവിലോ അല്ലെ എൻ്റെ സബ്സ്ക്രിപ്ഷനോ കയറണമെന്നില്ല, ഉള്ളവർ മതി. ഇതിനൊക്കെ എന്നാണ് മറുപടി പറയുക? എനിക്കത് കുറച്ച് ദിവസമായി ഒന്നിലേക്ക് വന്ന് കയറിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആരുടെയൊക്കെ ഇവർ ലൈവാണ്, കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. അതിനുള്ള റിപ്ലൈ ആണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരാരോ ചോദിച്ചതാണ് ഒരുപാട് പേരൊക്കെ സഭയിൽ നിന്ന് പോയല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു തുണി പറിച്ച് കാണിച്ചിട്ടുള്ള ആൾക്കാരൊന്നും പുള്ളിക്കാരിക്ക് വേണ്ട എന്ന്. പിന്നെ ഈ കാണിക്കുന്നത് എന്നതാണ്? അപ്പോൾ ഇതല്ലേ സംഭവം. പുള്ളിക്കാരി ഇപ്പോൾ ഈ ഒരു തുണി പറിക്കാന്ന് പറഞ്ഞാൽ മൊത്തം കൂടെ ഒരു കാണിക്കാമെന്നാന്ന് തോന്നുന്നു പുള്ളിക്കാരി ഉദ്ദേശിച്ചേക്കെന്ന് തോന്നും. ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾ തന്നെയാണ്. എനിക്കൊന്ന് സബ് ഇച്ചിരി കുറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഒന്ന് നല്ലപോലെ ഒന്ന് ആക്റ്റീവ് ആകാൻ നോക്കുകയാണ് കേട്ടോ. ഇനിയിലൊക്കെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നോർത്തുണ്ട്. ഇവർ വീട്ടിലുള്ളവരും കൂടെ കാണുന്നില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ. കാര്യം എങ്ങനെയും പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതിൽ കിടന്ന് കാണിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഈ റൂമിന് വെളിയിലോട്ട് ഇവർക്ക് ഇറങ്ങേണ്ടതല്ലേ. ഈ റൂമിന് വെളിയിലോട്ട് ഇവർ ഇറങ്ങി വരുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ? ആ റൂമിൽ ഇരുന്ന് ആ സമയത്ത് ഇരുന്ന് കാണിക്കുന്ന കാര്യങ്ങൾ അന്നേരം എന്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതിപ്പോൾ ഇവർ സബിനകത്തെന്ന് പറഞ്ഞ് ഇതിപ്പം ഇത് എത്ര പേര് ഇനിയിപ്പോൾ ഇതെടുത്ത് ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എല്ലാവരും നോക്കിയിരിക്കുകയാണ് പുറത്തോട്ട് എടുത്തിടാനായിട്ട്. അതൊന്നാമത് എന്നാന്ന് ചോദിച്ചാൽ വിധവ സുധിച്ചേട്ടൻ്റെ പേരും സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് വന്ന് 2 കുഞ്ഞുങ്ങളെ വളർത്താനെന്നും പറഞ്ഞുകൊണ്ട് വരുന്നു, ജീവിക്കാനെന്നും പറഞ്ഞു വരുന്നു. ഇങ്ങനെ കുറേ പേര് സപ്പോർട്ട് ചെയ്ത് ഇവരെ അങ്ങ് ഇതാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓരോരുത്തരും ഉണ്ടെന്ന് പുറത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. കാര്യം ഇതൊക്കെയാണ് ഇവർ അതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് കുറേ നന്മമരങ്ങൾ വരും. നന്മമരങ്ങൾ വന്നേച്ച് ഇങ്ങോട്ട് വന്ന് പറയുന്ന ഡയലോഗൊക്കെ കേട്ട് കഴിഞ്ഞോട്ടല്ലോ. Okay, ta-da.
ഇതിനകത്ത് രേണു ഈ ചുണ്ടിട്ട് കാണിക്കുമ്പം ചിലർ പറഞ്ഞു പശു വെള്ളം കുടിച്ചേച്ച് ഇങ്ങനെ നാക്കിട്ട് കാണിക്കുന്നവരെ തോന്നുന്നു. പക്ഷേ എനിക്കിതൊന്നും അല്ല ഓർമ്മ വന്നത്. നിങ്ങൾ മഴത്തുള്ളിക്കിലിക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവരുണ്ടോ? അതിനകത്ത് കൊച്ചിങ്ങനീപ്പ നവ്യ നായരെ വളയ്ക്കാൻ വേണ്ടി ഒരു തൈലം കൈ കൊണ്ടു നടക്കാറുണ്ട്. ആ തൈലം കൊണ്ട് നടന്നു വെച്ച് ആ തൈലം കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ എനിക്കൊന്ന് സുമാരി എന്ന് തോന്നുന്നു വന്നേച്ച് പറയുന്നുണ്ട്, ഏതാണ്ട് ഏതാണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ കയ്യിൽ തൈലം പെട്ടെന്ന് ആ കുതിരയുടെ മേത്തോട്ട് തേക്കുന്നുണ്ട്. ആ ഒരു സീൻ കണ്ടിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് കത്തും. എനിക്കതാണ് പെട്ടെന്ന് ഈ ചുണ്ടിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഓർമ്മ വന്നത്. ആ കുതിര നെച്ച് കൊച്ചിങ്ങനീപ്പയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്, പിന്നെ ചുണ്ടിരിക്കുന്നുണ്ട്. അതുപോലാണ് ഇവരുടെ ചുണ്ടിട്ട് കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നതെല്ലാം കോലങ്ങളാണ് കാണുന്നത്. ഇതെല്ലാം കാണിച്ചിച്ച് പറയുന്നുണ്ടെന്നറിയാം. ഞാൻ എന്തെങ്കിലും അശ്ലീലം കാണിക്കുന്നുണ്ടോ? ഞാൻ ഇതിൽ മോശമായിട്ട് കാണിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ കാണിക്കുന്നുണ്ടോ? ഇങ്ങനെ കാണിക്കുന്നുണ്ടോ? അത് സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ പാവം കുഞ്ഞെങ്ങനെയും ജീവിച്ചോട്ടെ, അത് ജീവിക്കട്ടെ എന്നിട്ട് ഇവർക്ക് ജീവിക്കാൻ അത്യാവശ്യം നല്ല ചുറ്റുപാടായിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഈ മാതിരി കോലം കൂടെ കെട്ടി ഇവർക്ക് ഇതിനകത്ത് കാണിക്കേണ്ട കാര്യമില്ല. ഇവരിപ്പോൾ ഇങ്ങനെയുള്ള കോലങ്ങൾ കൂടിയതുകൊണ്ടാണ് ഇവർ വർക്ക് കുറഞ്ഞത്. ഇവർ മാന്യമായിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു പോയിരുന്നെങ്കിൽ ഇവർക്ക് ഇഷ്ടം പോലെ വർക്കുകൾ പിന്നെയും വരുത്തുള്ളായിരുന്നു. ഈ കുറച്ച് നാൾ പല വർക്കുകൾ ഇവർക്ക് നഷ്ടപ്പെട്ട് ഇവർ കൂടുള്ളവർ ഇവരെ വിട്ട് പോവുകയും ചെയ്തത് ഇവരിങ്ങനെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ എന്നതാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, എത്ര ജീവിക്കാനെന്നൊക്കെ ആര് സപ്പോർട്ട് ചെയ്താലും ഈ ജീവിക്കാനെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും അവരുടെ വീട്ടിലെ ഒരാളെ ഇതുപോലൊരു പണിക്ക് അവർ ചെയ്യിപ്പിക്കുമോ? ഇങ്ങനൊരു ഒന്നും വേണ്ട, ഇതുപോലൊരു സബ് ഇത് തുടങ്ങിച്ച് നീ പൈസ ഉണ്ടാക്കുക എന്ന് നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾ പറയും? നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും മക്കളോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു ഐഡിയ? അത് പറ. ഇല്ലല്ലോ. ഈ സപ്പോർട്ട് ചെയ്യുന്നവർ വന്നേച്ച് അതെങ്ങനെയും ജീവിക്കട്ടെ, പാവമല്ലേ ജീവിക്കട്ടെ ചോദിക്കുന്നവരുടെ ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു ഇത്? അല്ലെങ്കിൽ ഈ പറയുന്നവരെല്ലാം അവർ മാന്യമായിട്ട് തുണി എടുത്താണ് അവരുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ നമുക്കറിയാം. മാന്യമായിട്ട് തുണി എടുത്താണ് അവർ നിൽക്കുന്നത്. അവരുടെ ഒരു ശരീരവും കാണിച്ചുകൊണ്ടല്ലേ അവർ നിൽക്കുന്നത്. ഒന്നും വേണ്ട. കരീഷ്മ തന്നെ പറഞ്ഞത് എന്നതാണ്? കരീഷ്മയുടെ അവർ ചോദിച്ചു നിങ്ങൾ ഈ രേണു കാണിക്കുന്നവരെ കാണിക്കാൻ വെച്ചപ്പം കരീഷ്മ പറഞ്ഞാൽ അതിനുള്ള തൻ്റെ ഒന്നും അവർക്കില്ലാന്ന്, രേണുവിനെ പോലെ ആകാൻ പറ്റത്തില്ലെന്ന് ഇല്ലേ? അതാണ് പറഞ്ഞത്. ഈ സപ്പോർട്ട് ചെയ്യുന്നവരാരും ഇവർ ഈ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക് ഇഷ്ടമായിട്ടല്ല. കടിക്കെല്ലാം മുറിഞ്ഞിരിക്കുക, പോലെ പോയിരിക്കുക. ഞാൻ കഷ്ടപ്പെടുന്നതെന്ന് അറിയാമോ പുള്ളിക്കാരി? ഈ ഒരു ഇത് പൈസ കിട്ടാൻ വേണ്ടി എന്നാ കഷ്ടപ്പാടാണോ പുള്ളിക്കാരി കിടന്ന് കഷ്ടപ്പെടുന്നത്? ചുണ്ടേ കടിക്കല്ലേ ചുണ്ട് പൊട്ടിയിരിക്കുന്നത്. അതെന്നാ നിങ്ങൾക്ക് മനസ്സിലായോ? അതിലൂടെ കമൻറ്റിലൂടെ ആരാണ്ട് അവന്മാർ കമൻറ്റ് ഇട്ട് ചുണ്ടേ കടിച്ച് പറിക്കുക. ഈ ചുണ്ടിട്ട് ഈ കോക്കറി ഒത്തരല്ലേ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണിച്ചപ്പോൾ ഏതോ ഒരുത്തം വന്നേച്ച് ഏതോ ഇച്ചിരി അസുഖം പിടിച്ച വന്നേച്ച് പറഞ്ഞ് ചുണ്ടേ കടിക്കുന്നോ എന്നതോ പറഞ്ഞു. അപ്പോൾ അതാ പറഞ്ഞ് ചുണ്ടേ കടിക്കരുത്, ചുണ്ട് മുറിഞ്ഞിരിക്കുവാന്ന്. എന്താ പറയാനെന്ന് പറ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചാണ് പറയുന്നത്. നന്മമരമാണ് അങ്ങ് ഭയങ്കര കുഞ്ഞുങ്ങളെ വളർത്താനാണ് സമൂഹത്തിൽ നിങ്ങൾ എന്നാത്തിനാണ് ഇവരെയൊക്കെ എടുത്തിച്ച് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ രേണുവിൻ്റെ അല്ലാതെ നിങ്ങൾ തന്നെ സത്യസന്ധമായിട്ട് പറയും. ഈ രേണുവിൻ്റെ പിന്നെ അഭിലാഷ് ആട്ടായുടെ ഉണ്ട്. അഭിലാഷിൻ്റെ ഒരുപാട് വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കാണിക്കുന്ന പല കോലങ്ങൾക്ക്. അങ്ങനെ കൂടെ അഭിനയിക്കുന്ന പെണ്ണുങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ മാന്യമായിട്ട് ഒരു ഡ്രസ്സ് ചെയ്യുന്നത് മാന്യമായിട്ട് തന്നെ പറഞ്ഞേ ഉള്ളൂ. അവർ ശരിക്കും കത്തിയായിട്ട് കിടന്ന് കാണിക്കാറുണ്ട്. അതുമെല്ലാം എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സീരിയലോ സിനിമയിലോ അഭിനയിക്കുന്ന ഏതെങ്കിലും നടിമാരുടെ ഇതുപോലെ നമുക്കിങ്ങനെ ഇങ്ങനെ ഈ വൾഗറായിട്ട് ഇങ്ങനെ വന്ന് കാണിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ ആൾക്കാർ നമ്മളോട് സ്നേഹം തോന്നുകയുള്ളൂ. അതൊക്കെയാണ് ഇവരുടെയൊക്കെ ധാരണ. ഇത് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇത് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഈ ഫോണ്, കുഞ്ഞുങ്ങളിത് എടുക്കുന്നതാണ്, കുഞ്ഞുങ്ങളിത് വീണ്ടും ഇപ്പം എൻ്റെ ഇതിനകത്തിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് പച്ചക്കൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോൾ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഫാമിലിയായിട്ടുള്ള ഒത്തിരി പേര് ഞാൻ ചെയ്യുന്ന വീഡിയോസ് കാണുന്നതാണ്. അവർ ചിലപ്പോൾ ഒന്നിച്ചിരിക്കുമ്പോഴേ കുഞ്ഞുങ്ങൾ അടുത്തിരിക്കുമ്പോഴേ ഫോൺ കാണുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അത് വെറുതെ എനിക്കും ഉള്ളതാണ് കുട്ടികൾ. അതുകൊണ്ട് തന്നെയാണ് അത് എനിക്ക് അത്ര ഇതായിട്ട് കാണിക്കാനായിട്ടുള്ള താല്പര്യവും ഇല്ല. പിന്നെ ഇവരെന്നാന്നുള്ളത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ മുന്നിലേക്ക് വീണ്ടും ഒന്നും കൂടെ കൊണ്ടുവന്നേ ഉള്ളൂ. ഇവരെന്നതാണെന്നുള്ളത് ഇവരെ പറ്റി ഒരുപാട് നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് പറയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് ചിലർ കമൻറ്റ് ഇടാറുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, തമനയിൽ വെക്കുന്ന കണ്ട് നിങ്ങൾ ആരും ആ വീഡിയോയ്ക്കുള്ളിലകത്തെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കരുത്. നിങ്ങളത് തമനയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഒരാൾക്ക് ഒരു അട്രാക്ഷൻ തോന്നി, ഇതിനകത്ത് എന്നതാണെന്ന് തോന്നി, അതിനകത്ത് സംഭവിക്കുന്നത് എന്നാന്ന് അറിയാണ്ട് കയറി വരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ബോർഡെന്ന് മാത്രമേ ഉള്ളൂ. അത് കണ്ട് എന്നാൽ ഇതിനകത്ത് എന്നെ നോക്കിക്കോ. നമുക്ക് വീവ് തന്നെയാണ് മുഖ്യം. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുന്നു, അതിന് വീവ് കിട്ടണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ അതൊരിക്കലും ചിന്തിച്ചുകൊണ്ട് വീഡിയോ കാണാൻ വരില്ല. കാര്യം കഴിഞ്ഞ ദിവസം കമൻറ്റ് വന്നതിൻ്റെ പേര് ഞാൻ പറഞ്ഞാണ്. വീഡിയോയ്ക്കകത്ത് തന്നെ നമ്മൾ പറയുന്നതെന്ന് എടുക്കുന്നത് നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇടുക. എന്നാണേലും നല്ലൊരു അവതാരം തന്നെയാണിത്.
ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇവർക്ക് സ്വഭാവം ഇത് എന്നതാണെന്നുള്ളത്. നമ്മൾ തെറ്റാണെന്ന് തന്നെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. തെറ്റ് അത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിന്ന് അവരെ ആ ഒരു തെറ്റ് ഞാൻ ചെയ്യട്ടെ, ഈ തെറ്റിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പം നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളും തന്നെയല്ലേ കാണുന്നത് അല്ലേ? ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്ന കാര്യങ്ങളും ഇവരെന്നാ കാണിച്ചാലും നല്ലതാ നിങ്ങൾ പറയുമ്പം നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളും ഇതൊക്കെ തന്നെ ഉണ്ടെന്നേ. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്നാ ഇതിനകത്തെ കാര്യങ്ങൾ? അപ്പോൾ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോട് ചിന്തിക്കുന്നതൊന്നും തെറ്റല്ല, ഇതൊക്കെ ഞങ്ങൾക്കും ചെയ്യാം, ഞങ്ങളും ഇതൊക്കെ കാണിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇതുപോലെ ഇങ്ങനെ ഈ തോന്നിയാസങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അന്നേരം നിങ്ങളുടെ ഈ ഇങ്ങനെയുള്ള ഈ നന്മമരം കളിച്ചുള്ള ഈ സപ്പോർട്ടിൽ തന്നെ നിൽക്കുകയുള്ളൂ. എന്നാണേലും മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.